ഈ തുറമുഖത്തിന്റെ തുടർ നടപടികൾ ഇവിടെ നിന്ന് പോകരുത്. ഇതിന് 2-3 ഘട്ടമൊക്കെയുണ്ട്. 4 വർഷം കൂടി കഴിഞ്ഞാൽ 2028 ഇതിന്റെ 2ാം ഘട്ടം പൂർത്തിയായേക്കും എന്നാണ് കരുതപ്പെടുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ റോഡ് റെയിൽ കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഈ റിംഗ് റോഡുകളുമായി ബന്ധപ്പെട്ട റിംഗ് റോഡ് പദ്ധതികൾ, ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ സ്വാഭാവികമായും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയല്ലേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും? ഇത് അതിവേഗം തരണം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇത്തരം ഈ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ സർക്കാർ നേരിടുക? ഗവൺമെൻറ്റിന് അങ്ങനെ വലിയ വെല്ലുവിളിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ അനുകൂലമായ ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ എല്ലാ പിന്തുണയും ഇതിന് കിട്ടാവുന്ന തരത്തിലുള്ള ആളുകളിപ്പോൾ കേന്ദ്രത്തിലുണ്ട്. അത് കേരള ഗവൺമെൻറ് വേണ്ട വിധത്തിൽ കേന്ദ്രത്തിനെ സമീപിച്ചാൽ ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റി ആയാലും NHൻ്റെ കണക്ടിവിറ്റി ആയാലും ബൈപ്പാസിൻ്റെ കണക്ടിവിറ്റി ആയാലും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ വലിയ താല്പര്യം വരേണ്ട വിഷയം റിംഗ് റോഡാണ്. റിംഗ് റോഡിൽ ലാൻഡ് അക്വിസിഷൻ അല്ല, അവർ പറയുന്നത് ലാൻഡ് പൂളിംഗ് മോഡലാണ്. നമ്മുടെ ആന്ധ്രാപ്രദേശിലെ അമരാവതി ക്യാപിറ്റൽ സിറ്റി ഡെവലപ്പ് ചെയ്യുവാൻ ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ആശയം അവർ നടപ്പാക്കി. ആ മാതൃക ഇവിടെ നടപ്പാക്കിയാൽ കാര്യമായി യാതൊരു എതിർപ്പുമില്ലാതെ ജനങ്ങൾ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. റിംഗ് റോഡിന് വേണ്ടി ജനങ്ങൾ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഗവൺമെൻറ്റില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും, പക്ഷെ അതുപോലും വിഴിഞ്ഞം പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഒരു വിഷയമല്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രോജക്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ബാങ്കുകളെ സമീപിച്ചാൽ ബാങ്കുകൾ എത്ര പണം വേണമെങ്കിലും നൽകും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ലാൻഡ് രജിസ്ട്രേഷൻ ടാക്സ് റിംഗ് റോഡിന് ചുറ്റും വരുന്ന 70 കിലോമീറ്ററോളം വരുന്ന, അപ്പുറവും ഇപ്പുറവും 2.5 കിലോമീറ്ററോളം വരാവുന്ന ഈ സ്ഥലങ്ങളുടെ ലാൻഡ് റവന്യൂ കണക്കാക്കിയാൽ പോലും ഒരു വലിയ റെമിറ്റൻസ് ബാങ്കിലോട്ട് പോകാൻ പറ്റുന്ന, അങ്ങനെ ക്രോസ് ലിങ്ക് ചെയ്താൽ തന്നെയും പൈസ മൊബിലൈസ് ചെയ്യപ്പെടാം. എത്ര കോടി രൂപകൾ വേണമെങ്കിലും ബാങ്കുകൾ കൊടുക്കാൻ തയ്യാറാവും. ഇപ്പോൾ ഒരു വലിയ ഒരു പ്രൊജക്ഷൻ നമ്മൾ നടത്തി, ഒരു പ്ലാൻ ഉണ്ടാക്കി, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചാൽ സാമ്പത്തികം പോലും വിഴിഞ്ഞത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു തടസ്സമാവില്ല. അപ്പോൾ വേണ്ടത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കൃത്യമായ ഒരു ഡയറക്ഷനാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വളരെ ശക്തമായ ഒരു തീരുമാനവും അത് നടപ്പാക്കാനുള്ള ഒരു ബോഡിയുടെ രൂപീകരണവുമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളാണ്, റെയിൽ കണക്ടിവിറ്റി വേണം, റോഡ് വേണം, റിംഗ് റോഡ് വേണം തുടങ്ങിയതെല്ലാം, പിന്നെ കമ്പനികളെ കൊണ്ടുവരണം. ഇവിടെ ഈ സ്ഥലം എടുത്താൽ മാത്രം പോരല്ലോ, ഇവിടെ എല്ലാ സ്ഥാപനങ്ങൾ തുടങ്ങണം, വെയർഹൗസ് പാർക്കുകൾ വേണം, ലോജിസ്റ്റിക് പാർക്ക് വേണം, വെയർഹൗസ് വേണം, മാനുഫാക്ചറിങ് വേണം, വാല്യൂ അഡീഷൻ വേണം. ഇവയെല്ലാം നമ്മൾ നടപ്പാക്കിയാൽ മാത്രമാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറിന് പൈസ മുടക്കുന്നത് തന്നെ സാധൂകരിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം 8,000, ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് വിഴിഞ്ഞത്തിന് 8,000 കോടി രൂപയോളമാണ് മുടക്കിയിരിക്കുന്നത്. അതിൽ 5,500 കോടി രൂപ സ്റ്റേറ്റിൻ്റെതാണ്. ഇപ്പം ഇത്രയും പണം മുടക്കുമ്പോൾ അതിന് ആനുപാതികമായ വരുമാനം സംസ്ഥാനത്തിന് വരണ്ടേ, സംസ്ഥാനത്തിൻ്റെ ഖജനാവിലോട്ട് വരണ്ടേ? അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കിയാലാണ് ടാക്സ് റവന്യൂ ആയിട്ടും അല്ലാതുള്ള നികുതികളായിട്ടും ഗവൺമെൻറ്റിന് പണം വരികയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ പദ്ധതി പൂർത്തിയായി, കപ്പൽ വന്നു എന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്യേണ്ട ഒരു കോംപ്ലസൻസി സ്റ്റേജ് അല്ല. കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സമയമാണിപ്പോൾ. കൂടുതൽ പ്ലാനിങ് നടത്തേണ്ടതാണ്. കേന്ദ്രവും സംസ്ഥാനവും കൂടി ഇരുന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി, കപ്പൽ മന്ത്രി വരുന്നുണ്ട്. അദ്ദേഹത്തിന് മുമ്പാകെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രോജക്റ്റുകളാണ് ഇവിടെ നടപ്പാക്കേണ്ടതെന്നൊക്കെ അവതരിപ്പിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാന്തരം സന്ദർഭമാണിപ്പോൾ വന്നിരിക്കുന്നത്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കണം.